ഇന്നുണ്ടല്ലോ പിള്ളേരൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം നല്ല വെയിലാട്ടോ. അപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്തിട്ടിട്ട് 2-3 ദിവസമല്ല, എത്ര ദിവസമായി ഈ മഴ തുടങ്ങിയിട്ട്. ഇന്നർ വെയറൊക്കെ ഉണങ്ങി കിട്ടണ്ടേ. അപ്പോൾ കുറച്ച് കുടയിലൊക്കെ ഇട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് അപ്പോഴേക്കും ദാ ചോറുണ്ണാറായി. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് മൊബൈലിൽ കുത്തിപ്പിടിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പായി. അപ്പോൾ നമുക്ക് ചോറുണ്ടാലോ. അപ്പോൾ ചോറുണ്ണാൻ വേണ്ടി ഇന്ന് വലിയ കറികളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കടിച്ച് പറിക്കാനൊന്നും ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതാ ഞാൻ വിചാരിച്ചു കുറച്ച് കൊണ്ടാട്ടമുളക് വറുത്താലോ വെച്ചിട്ട്. അപ്പോൾ തൈരിലിട്ട് വെച്ചിട്ട് കൊണ്ടാട്ടമുളകാണ്, അത് വറുത്തു. ചോറെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എലിശ്ശേരി ആയിരുന്നു. അപ്പോൾ എലിശ്ശേരിക്ക് ഒന്ന് കടിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പം ഞാൻ അതിനായിട്ട് വറുത്ത കേട്ടോ. പിന്നെ അതാ കുറച്ച് മാങ്ങ ചമ്മന്തിയും വെച്ചു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ കൊണ്ടാട്ടമുളകും 2 കഷ്ണം പൊട്ടിച്ചിട്ട് വറുത്ത പപ്പടം എടുത്തു. കുറച്ച് കട്ട തൈര് എടുത്തു. ആഹാ, പിന്നെ എന്താ ഇനി വേണ്ടേ അല്ലേ. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. നമ്മൾ ചോറുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ചോറിൻ്റെ കറികൾ ഇന്ന് എരിശ്ശേരി ഉണ്ട്, നല്ല തേങ്ങയും മാങ്ങിയിട്ടുള്ള ചമ്മന്തി ഉണ്ട്, പിന്നെ നമ്മുടെ തൈരുണ്ട്, പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കൊണ്ടാട്ടമുളക് പപ്പടം. മുളക് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം എരിവൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി കൊണ്ടാട്ടമുളക് കഴിക്കാൻ. അപ്പം നിങ്ങൾക്ക് ഇതിലേത് കറി ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ടാറ്റാ.